ഈശോയുടെ തിരുശരീരവും രക്തവും ആത്മാവും ദൈവത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ കാരണമായ വിലാസനങ്ങളെ ഓർത്ത് ഈശോയുടെ കാരണമായ വിലാസനങ്ങളെ ഓർത്ത് ഈശോയുടെ കാരണമായ വിലാസനങ്ങളെ ഓർത്ത് ഈശോയുടെ അതികാരണമായ 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 വിലാസനങ്ങളെ ഓർത്ത് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പുത്രനേ, ഞങ്ങളുടെയും ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പുത്രനേ, ഞങ്ങളുടെ ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പുത്രനേ, ഞങ്ങളുടെ ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെ ലോകത്തിന്റെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും രക്തവും ആത്മാവും ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ ആത്മാവിന്റെയും കരുണയായിരിക്കണമേ. പിതാവേ, ആത്മാവിന്റെ മേൽ 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 കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പുത്രനേ, ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പുത്രനേ, ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പുത്രനേ, ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പിതാവേ, ദൈവമേ, പാപപരിഹാരത്തിനായി ഞങ്ങളുടെ രക്ഷകനായ ഈശോയുടെ തിരുശരീരവും രക്തവും ആത്മാവും ദൈവത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതികാരണമായ വിലാസനങ്ങളെ ഓർത്ത് ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പുത്രനേ, ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പുത്രനേ, ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പുത്രനേ, ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെ ലോകത്തിന്റെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ രക്ഷകനായ ഈശോയുടെ തിരുശരീരവും രക്തവും ആത്മാവും ദൈവത്തെ ഈശോയിലെ സ്നേഹമുള്ളവരെ,
നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് കുടുംബാംഗങ്ങളും അറിയുന്നവരുമെല്ലാം ഉള്ളത്. പ്രിയപ്പെട്ട ഷാൻഡിച്ചേട്ടൻ്റെ വേർപാടിൽ വിഷമിച്ച് കഴിയുന്നവര് ആണ് കുടുംബം കഴിയുന്നവരുമൊക്കെ സ്വർഗത്തില് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോഴും നമ്മുടെ മുൻപിൽ ഷാൻഡിച്ചേട്ടൻ്റെ മൃതശരീരമുള്ളത്. കാരണം ഒരു മാസത്തിന് മുമ്പ്, ഏകദേശം ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ ഈ ഭവനത്തിൽ വരികയും ഷാൻഡിച്ചേട്ടനായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും അതുപോലെ പെട്ടെന്ന് മരിച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, രോഗാവസ്ഥയെക്കുറിച്ച് വളരെ വിഷമിച്ച് കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണ്ടുമുട്ടാൻ സാധിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിലായിരിക്കുമ്പോൾ പലതവണ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. വീണ്ടും എന്നെ കാണണമെന്ന് പലപ്പോഴും പറഞ്ഞു, അങ്ങോട്ട് വരാമെന്നൊക്കെ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു സന്തോഷം, പള്ളിയിലേക്ക് വരിക, നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ ഈ കഴിഞ്ഞ 4-5 ദിവസം മുമ്പ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ ഷായിച്ചേട്ടനോട് പറഞ്ഞ് എന്നെ വിളിക്കുകയും കാണണമെന്ന് പറയുകയും ചെയ്തു. അപ്പം ഞങ്ങൾ 3-4 പേര് ഒരുമിച്ച് പോയി ബേബി മെമ്മോറിയൽ പോയി അദ്ദേഹത്തെ കാണുകയും അവിടെ നിന്ന് സംസാരിക്കുകയും ഏകദേശം ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കുമ്പസാരിക്കണമെന്ന് പറയുകയും വളരെ നല്ല രീതിയിൽ ഒരുങ്ങി കുമ്പസാരിക്കുകയും എന്നെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി ഒരുക്കണമെന്ന് എന്നോട് പറയുന്നതനുസരിച്ച് ഞാൻ അതിനനുസരിച്ച് ഒരുക്കുകയും വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കേട്ടപ്പോൾ അതിനനുസരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുകയും ഒരു നല്ല രീതിയിൽ തന്നെ അനുദപിക്കുകയും ചെയ്ത് കുമ്പസാരം നടത്തി. അതിനെ തുടർന്ന് എനിക്ക് ഈശോയെ വേണം, കുർബാന സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ ചേവായിലുള്ള പള്ളിയിലെ അച്ഛനെ വിളിച്ച് കുർബാനയും അതുപോലെ തന്നെ രോഗിലേപനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ തയ്യാറായി, പെട്ടെന്ന് തന്നെ വിശുദ്ധ കുർബാനയും രോഗിലേപനവുമായിട്ട് വന്നു. അപ്പോൾ ഷാൻഡിച്ചേട്ടൻ പറഞ്ഞു, എനിക്ക് രോഗിലേപനം തരണം, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എനിക്ക് സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടുകൂടെ അതെല്ലാം ഏറ്റെടുത്തു. അതനുസരിച്ച് അന്ന് കുമ്പസാരം കഴിഞ്ഞ് രോഗിലേപനം കൊടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അതിനുശേഷം പിറ്റേന്ന് രാവിലെ 8 മണിയായപ്പോൾ ഷാൻഡിച്ചേട്ടൻ എന്നെ വിളിച്ചു. അച്ഛാ, ഷാൻഡിക്ക് വർത്താനം പറയണമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. എന്നോട് പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് ശേഷം ശാന്തമായിട്ടൊന്ന് ഉറങ്ങി അച്ഛാന്ന് പറഞ്ഞു. ഏകദേശം ഒരു അന്ന് കുർബാന കൊടുത്തു കഴിഞ്ഞിട്ട് ഉറങ്ങിയതാണ്. പിറ്റേന്ന് രാവിലെ 7 മണിക്കാണ് എഴുന്നേറ്റത്. 8 മണിയായപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ സ്വർഗം സ്വന്തമാക്കിയൊരു വ്യക്തി ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് യാത്രയാകുകയാണ്. ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയാലും തമ്പുരാൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഉണ്ട് എങ്കിൽ അവിടുത്തോട് കൂടെ ആയിരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്നുള്ള വലിയൊരു മാതൃക ഇന്ന് ഈ വ്യക്തി നമുക്ക് നൽകുകയാണ്. ദൈവസന്നിധിയിലേക്ക് ഏത് വ്യക്തിയും എത്തിച്ചേരേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ ജീവിതകാലത്ത് തമ്പുരാനോട് ചേർന്നിരുന്നു കൊണ്ട് സ്വർഗം സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരിക്കണം നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് ഷാൻഡിച്ചേട്ടൻ കടന്നു പോകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാന്റെ കൃപയിൽ ആശ്രയിക്കാം. സ്വർഗരാജ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് ഈ ലോക ജീവിതത്തിൽ നന്മ ചെയ്ത് യാത്ര ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ദൈവസന്നിധിയെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി തന്നെ ഒരു വ്യക്തി കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ ഈ യാത്ര നമുക്ക് ഒരു സ്വർഗീയ ആനന്ദത്തിൻ്റെ യാത്രയാക്കി ഷാൻഡിച്ചേട്ടനെ പറഞ്ഞയക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വഴിയായിട്ട് ഈ ജീവിതകാലത്ത് ഏതെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന വഴിയായിട്ട് അത് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഈ തിരുക്രമങ്ങളിലും തുടർന്നുള്ള ദിവസങ്ങളിലും പ്രത്യേകമായിട്ട് ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി.
ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം തുല്യമാകുന്നു, മരിച്ചവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൻ ആശ്രയമഖിലമണയ്ക്കുന്നു, മധ്യനുസരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ, ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നയും അഖിലേശ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ.
നല്ലവരൊത്തു വലംപാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ എന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശമേയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പന്തിയോസിന്റെ കാലത്ത് പിഴകൾ സഹിച്ച് തിരിച്ചറിയപ്പെട്ട് മത്സരപ്പെട്ട് പാതാളങ്ങൾ മരിച്ചവരെ നിന്ന് മൂന്നാം നിലയത്ത് സൂര്യപിതാവായ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നു. അന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ആയതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുറിയിൽ പ്രമാണിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വിലാപയാത്രയായി നമ്മൾ ദേവാലയത്തിലേക്ക് പോവുകയാണ്. കൂടരഞ്ഞി പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ശുശ്രൂഷ എന്നറിയാമല്ലോ. അവിടെ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് കോവിഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സഹോദരങ്ങളും വീട്ടുകാരുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം 20 പേര് ആണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുക. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അതെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. ദേവാലയത്തിലേക്ക് പോകുന്നില്ലാത്തവർ ഇപ്പോൾ വന്ന് കണ്ട് ഉപചാരം അർപ്പിച്ച് നടന്ന് പോകാവുന്നതാണ്. ദേവാലയത്തിൽ പോകുന്നില്ലാത്തവർ എന്നിട്ട് പുറത്തേക്ക് പോകും, വന്ന് കണ്ട് പുറത്തേക്ക് പോകുക. അതിനുശേഷം ബോഡി എടുക്കേണ്ടതുണ്ട്. ബാക്കിയുള്ളവർ കണ്ട് വേണമെങ്കിൽ പുറത്തേക്ക് പോകും. അങ്ങോട്ട് പോകുന്നില്ലാത്തവർ പെട്ടെന്ന് വന്ധ്യോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം വിശിഖാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം. സ്നേഹാദ്രതയാൽ നിൻപ്രിയജനമേ അനുദിനമറിവോ നോക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിപ്രഭ
ശലഭമാകും പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്തേ പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയുന്നീ ക്ഷണഭംഗുരമാം ലോകവും അതിലെ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. ആ